കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിൽ വന്നിട്ട് പോയല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ശ്രദ്ധ വേണം. കാരണം തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ പ്രവർത്തനം രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മുംബൈ ഭീകരാക്രമണം ഓർക്കണം. തീരപ്രദേശം വഴിയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ ബോട്ടിലൂടെ വന്നിട്ട് അനേകം പേരെ വെടിവെച്ച് കൊന്നത്. പിന്നെ ഈ തീരപ്രദേശത്ത് ഒരുപാട് സമരങ്ങൾ ഉണ്ടാകുന്നു. പല സമരങ്ങളെയും തീവ്രവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തമിഴ്നാട്ടിലെ കൂടംകുളം സമരം കണ്ടു. കൂടംകുളം സമരം രാജ്യത്തിന് വളരെ തന്ത്രപ്രധാനമായ ഒരാണവ നിലയം വരുമ്പോൾ അതിനെതിരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് കടലിലിറക്കി വരെ സമരം ചെയ്തു. VS അച്യുതാനന്ദൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് തമിഴ്നാടിൻ്റെ അതിർത്തി വരെ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം അവിടെ വരെ എത്തിയപ്പോൾ VSനോട് കാര്യങ്ങൾ ആരോ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇത് കുഴപ്പമാണ്, ഇത് രാജ്യദ്രോഹത്തിനുള്ള സംഗതിയാണ്, അത് വേണ്ടെന്ന് പറഞ്ഞ കാരണം VS തിരിച്ചു പോകുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വളരെ ലൈവായിട്ട് തീരപ്രദേശങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങളാവുന്നു എന്ന് പറയുന്ന ആ പ്രസ്താവന അതിൻ്റെ മുഖവിലയ്ക്ക് നമുക്ക് എടുക്കണം. അല്ല, അത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ വിശേഷിച്ചും, കാരണം 600 കിലോമീറ്റർ തീരപ്രദേശം കിടക്കുകയാണ് കേരളത്തിൽ. ഈ 600 കിലോമീറ്റർ തീരപ്രദേശം ദീർഘകാലം ഒരു സെക്യൂരിറ്റി ഏജൻസിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു കോസ്റ്റൽ സെക്യൂരിറ്റി ഫോഴ്സ് വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അത് ചില പ്രധാനപ്പെട്ട പോർട്ടുകളിലും മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ്. പക്ഷെ കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, പല സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെ ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും വന്നു ചേരാവുന്ന വിധത്തിൽ വന്നു ചേരാന്ന് മാത്രം വന്നു പോരാ. നമ്മൾ ഈ വിവാദമായ മുനമ്പത്തെക്കുറിച്ച് ഓർക്കുന്നില്ലേ? 4-5 വർഷം മുമ്പ് കുറേ പേര് ശ്രീലങ്കയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ അവിടെ നിന്ന് ബോട്ടിൽ കയറി പോയി. എങ്ങോട്ട് പോയി എന്നറിയില്ല. അപ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്നും അറിയാത്ത വിധത്തിലുള്ള ഒരു സംഭവമാണ്. അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളിലും ചില പ്രത്യേക വിഭാഗങ്ങളുടെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും പോകാമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും വരികയും ചെയ്യാം. അല്ല, ചില കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ മുൻപ് എങ്ങനെയായിരുന്നു വെച്ചാൽ, തീരപ്രദേശങ്ങളിൽ കുപ്രസിദ്ധി കിട്ടിയിരുന്ന കള്ളക്കടത്തിനായിരുന്നു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, വിദേശത്തു നിന്നുള്ള കള്ളക്കടത്ത് സംഘങ്ങൾ തീരപ്രദേശം വഴിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ പഴയകാല സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കാരണം ജോസ് പ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘം വരുന്നത് ഏതെങ്കിലും ഒരു കടപ്പുറത്തായിരിക്കും. അവിടെ ആ മാനും മാഞ്ചാതി ഉണ്ടാകില്ല. അവരവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ പ്രേം നസീറിൻ്റെ നേതൃത്വത്തിലുള്ള CID സംഘം അവിടെ സാഹസികമായിട്ടെത്തി ഇവരെ 2 ഇടി ഇടിച്ച് കീഴ്പ്പെടുത്തുന്ന രീതിയാണ്. പക്ഷേ ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം സിനിമകളിൽ നടന്നിരുന്ന കാലത്ത് പോലും നമ്മുടെ തീരപ്രദേശങ്ങൾ ആരും സർക്കാർ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മത തീവ്രവാദികളും രാഷ്ട്രീയ തീവ്രവാദികളും തന്നെ എല്ലാവരും തന്നെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീരപ്രദേശത്ത് ചില വിഭാഗങ്ങൾ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ട് വഖഫ് ഇഷ്യൂവിന് പിന്നിൽ പോലും ഈ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. കാരണം എവിടെ തീരദേശം വരുന്നുണ്ടോ ആ തീരദേശങ്ങളിലെല്ലാം തങ്ങൾക്ക് ആധിപത്യം വേണം എന്ന ദുശാഠ്യത്തോടു കൂടി ചില വിഭാഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു രഹസ്യം പറയട്ടെ, ഇത് തീരത്ത് മാത്രമല്ല, ഹൈവേയുടെ 2 വശങ്ങളിലും പരമാവധി സ്ഥലം വാങ്ങണം എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. അല്ല, അതുണ്ടെന്ന് മാത്രമല്ല, ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, എവിടെയാണോ ഇതിൻ്റെ സംഗതി വരുന്നത്, എവിടെയാണോ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുള്ളത്, ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തൊരു മോസ്ക് വേണം എന്നുള്ള ഈ ഷാഠ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് കുറച്ചങ്ങോട്ട് മാറിയാലും വിരോധമൊന്നുമില്ലല്ലോ. പക്ഷേ പ്രസിദ്ധമായ ഒരു അമ്പലം ഉണ്ടോ, അതിന് തൊട്ടടുത്ത് ഒരു മോസ്ക് കൂടി വേണം, അല്ലെങ്കിൽ ഒരു പള്ളി കൂടി വേണം എന്ന നിലക്കുള്ളൊരു ചിന്താഗതി. ഈ ചിന്താഗതി നമുക്ക് ഹിമാലയത്തിൻ്റെ പല പ്രദേശങ്ങളിലും കാണാൻ കഴിയും. എന്തിന് ഹിമാലയത്തിൽ പോകണം? ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്തെ വൈക്കത്തേക്ക് പോവാം. വൈക്കത്തപ്പൻ്റെ പടിഞ്ഞാറ് നടയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അവിടെ പണ്ട് പള്ളി ആയിരുന്നില്ല, ആദ്യമേ ഒരു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. അതെ, എനിക്കറിയാം. അങ്ങോട്ട് പോകുമ്പോൾ പടിഞ്ഞാറ് നടയിൽ നിന്ന് കായലിൻ്റെ സൈഡിലേക്ക് ബോട്ടിലേക്ക് പോകും, വലതുവശത്തായിട്ട്. പിന്നീട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പള്ളി വന്നു. വൈക്കത്തപ്പൻ്റെ പടിഞ്ഞാറ് നടയിൽ നിന്ന് ഒരു 200 മീറ്റർ മാറുമ്പോൾ ഒരു പള്ളി വന്നു. അല്ല, ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു വാശിയാണല്ലേ, അതൊരു ദുർവാശി എന്ന് പറയാവുന്നതാണ്. ഞാനിത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹിമാലയ യാത്രയിൽ പോയപ്പോൾ ബദരിയിലും കേദാരത്തിലും എല്ലാം തന്നെ ഇതുപോലത്തെ പള്ളികളും ചില ചെറിയ മിഷൻ വർക്കിനുള്ള സാങ്കേതികങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ.
അല്ല, വാശി എന്ന് പറഞ്ഞ് തള്ളേണ്ട സാധനം. ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയായിരുന്നു, വാശിയല്ല ഇവിടെ എത്തുന്ന. ഞാൻ പണ്ട് ഹരിദ്വാറിലോ മറ്റോ നിന്നിട്ട് ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ട്. ഈ നോക്കൂ, ഞാൻ ഹരിദ്വാറിലാണ് നിൽക്കുന്നത്, ഇവിടെ മുഴുവൻ പാപികളാണ്, ഇവരെ മുഴുവൻ മാനസാന്തരപ്പെടുത്തേണ്ട ദൗത്യം നമുക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന പാപികളായ ആളുകളെ മുഴുവൻ മാനസാന്തരപ്പെടുത്തണം നാളെ, അതിന് തൊട്ടടുത്ത് കേന്ദ്രം വേണം. ഇവര് ഒഴികെ ബാക്കി എല്ലാവരും പാപികളാണെന്ന് വിശ്വസിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ, അത് ദൈവം പോലും പൊറുക്കില്ല. കാരണം താൻ ഒഴികെ ഈ ലോകത്തുള്ള എല്ലാവരും പാപിയാണെന്ന് ഒരുത്തിന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മനോരോഗം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവൻ ഭയങ്കര അഹങ്കാരിയായിരിക്കണം, ഭയങ്കര ഏകാധിപതി ആയിരിക്കണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. യേശുദേവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. യേശുദേവൻ പറഞ്ഞത് പാപികളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്ത് എന്ന് വന്നപ്പോൾ എന്ന ആക്ഷേപം വന്ന യേശുദേവന്. അദ്ദേഹം പാപികളും ചുങ്കക്കാരുമായി സൗഹൃദം പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ആ സൗഹൃദത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരിക്കലും ഒരു പാപിയെയും പാപി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടില്ല. അതെ, അദ്ദേഹത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയാം. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ പാപികളെ എന്നാണ് വിളിക്കുന്നത്. ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഇതെന്താ നമ്മളെന്തോ വലിയ കുറ്റം ചെയ്തു എന്നാണ്. അതിനിട്ട് അവർ ന്യായീകരണം പറയും, ജനിച്ചത് തന്നെ പാപമാണ്, ജന്മപാപം. അതെങ്ങനെയാണ്? എന്നാൽ പിന്നെ ജനിക്കാതിരിക്കാൻ അബോർട്ട് ചെയ്താൽ അതിലും വലിയ പാപം. ജന്മപാപത്തിലൂടെ നാശം, ക്രിസ്തുവിലൂടെ മോക്ഷം എന്നൊരു ആയിരുന്നു കത്തോലിക്ക സഭയുടെ തന്നെ ഒരു സിദ്ധാന്തം. പക്ഷെ അതിനകത്ത് പറയുമ്പോൾ ഈ ജനിക്കുമ്പോൾ തന്നെ ഒരാൾ പാപിയാകുമെന്നൊക്കെ പറയുന്നതിന് എന്ത് യുക്തി പറഞ്ഞാലും അത് കേൾക്കുന്നവന് കുറച്ച് വിഷമം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഇവർ ഓർക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ തീരപ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞതിൻ്റെ ചുരുക്കം. കാരണം നമ്മുടെ തീരപ്രദേശങ്ങൾ സുരക്ഷിതരഹിതമായി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വലിയ അപകടത്തിൽ ചെന്ന് വീഴും എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. അത് പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ വേണ്ടത്ര പ്രാധാന്യം മോദിക്ക് മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ അതിർത്തികളുടെ സുരക്ഷ ചൈനയിലെ അതിർത്തിയായിട്ടുള്ള സുരക്ഷ. എന്തിനാണ് അത്രയും പണം ചെലവഴിക്കണമെന്നാണ് രക്ഷാമന്ത്രി ആയിരുന്ന AK ആന്റണി ചോദിച്ചത്. വെറുതെ എന്തിനാണ് അങ്ങനെ പോകുന്നതെന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ അവിടെ അവിടുന്ന് ചൈന ഭൂമി എടുത്തപ്പോൾ ബാരൻ ലാൻഡാണ് കൊണ്ടുപോട്ടെ എന്നാണ് നെഹ്റു പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ബാരൻ ലാൻഡാണോ? അങ്ങനെ ഒരു രാജ്യത്ത് ബാരൻ ലാൻഡും രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മരുഭൂമിയും പീഠഭൂമിയും തരിശുഭൂമിയും എല്ലാം കൃഷിഭൂമി തന്നെ ഒരു രാഷ്ട്ര സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല. അമിത്ഷായും മോദിജിയും ഒരു സംശയവും വേണ്ട, അവരുടെ പ്രഥമ പരിഗണന രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷ ആയതുകൊണ്ടാണ് അവർ ഉറപ്പായിട്ടും ഇങ്ങനൊരു കാര്യം പറയുന്നത്. കാരണം ഇത് സംരക്ഷിക്കണം. അത് കേരളത്തിൻ്റെ തീരദേശത്തിൽ പ്രത്യേക സുരക്ഷ ഒരുക്കാനും അത് നിരീക്ഷിക്കാനുമുള്ള ബാധ്യത ആർക്കാ ഉള്ളത്? കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പിനുള്ളതാണ്. ആ ആഭ്യന്തര വകുപ്പ് വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിന് പല കാരണങ്ങളും കാണാം. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെന്തായാലും ശരിയാണ്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യം വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്ന സന്ദേശമാണ് അമിത്ഷാ നൽകിയത്. ഏതായാലും വളരെ ശ്രദ്ധേയമായൊരു പ്രസംഗമായിരുന്നു അമിത്ഷായുടേത്. വളരെ പല കാര്യങ്ങൾ കൊണ്ട് ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അല്ല, ഒരു രാഷ്ട്രീയം കൊണ്ടൊന്ന് ചോദിച്ചോട്ടെ. സാറ് കേരളത്തിലെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം ആണോ ഈ യോഗത്തിലൂടെ നടന്നത്? അല്ല, അമിത്ഷാ ഓരോ മാസവും വന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. കേരളത്തിൽ ഓരോ മാസവും വരും. ഇത് കഴിഞ്ഞ മാസം വന്ന്, ഈ മാസം വന്ന്, അടുത്ത മാസവും വരും.
അത് ശരി. ഈ ഇലക്ഷൻ വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. അതെവിടെ വരുന്നു എന്നുള്ള കാര്യം കേരളത്തിൽ വരും. കേരളത്തിൽ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യും. എന്തെല്ലാം നടന്നു എന്നുള്ള കാര്യം നോക്കും. അപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൻ്റെ സ്വിച്ച് ഓൺ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ കാലമായി. അത് ശരി. ഇതിപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും യോഗമാണ് ഈ നടന്നത്. അതിലിപ്പോൾ അമിത്ഷാ നേരിട്ട് പങ്കെടുക്കുന്ന രണ്ടാമത്തെ യോഗമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം അമിത്ഷാ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനം അത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ബൂത്തിലാണ് വോട്ട് വരിക. അതെ. അല്ലാതെ വോട്ട് റോട്ടിൽ കിട്ടില്ല, റോട്ടിൽ നിന്ന് വോട്ട് വരില്ല. വോട്ട് വരുന്നത് എപ്പോഴും ബൂത്തിലാണ്. ആ ബൂത്ത് ലെവലിലുള്ള ശാക്തീകരണം നടത്തുന്നതിന് വേണ്ടി ശ്രദ്ധ കൊടുക്കാനും ആ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതുമാണ് അമിത്ഷായുടെ വരവിൻ്റെ ലക്ഷ്യം. ഏതായാലും ഈ പറയുന്ന രീതിയിൽ ഈ എന്തൊരു വിഡ്ഢിത്തമാണ് ഈ ഇടതുപക്ഷം ഇപ്പം അതിൽ നിന്ന് പിന്മാറി CPI മാത്രമേ ഉള്ളൂ. ഈ ഈ കോൺഗ്രസും UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷന് ഒരു കുഴപ്പമില്ല. 2.5 ലക്ഷം വോട്ടിന് വരെ ഇവിടുന്ന് ആളുകൾ ജയിച്ചു പോയിട്ടില്ല പാർലമെൻറ്റിലേക്ക്. അത് കള്ളവോട്ടായിരുന്നു. അതോ അവർക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല വോട്ട്, BJP കിട്ടിക്കഴിഞ്ഞാൽ കള്ള വോട്ട്. ഇതെങ്ങനെ ശരിയാകും? ഒരാൾ എവിടെ പേര് ചേർത്തു എന്നുള്ളതല്ല, ആ പേര് ചേർത്തതിൽ നിയമലംഘനം ഉണ്ടോ എന്നുള്ളതാണ്. അതെ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 6 മാസം എവിടെയെങ്കിലും സ്ഥിരമായി താമസിക്കുന്നു എന്നുള്ള സാക്ഷ്യപത്രം, അതായത് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സാക്ഷ്യപത്രം വെച്ചിട്ട് ആ പഞ്ചായത്തിൻ്റെ ഇയാൾ താമസിക്കുന്ന വാർഡിൽ വോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അത് നിയമവിരുദ്ധമല്ല. അത് എനിക്കിപ്പോൾ എൻ്റെ വോട്ട് ഇപ്പോൾ ഇവിടെയാണ്. ഞാൻ ആലപ്പുഴ മത്സരിച്ചപ്പോൾ എൻ്റെ വോട്ട് ഇവിടെയായിരുന്നു. എനിക്ക് ആലപ്പുഴ കൊണ്ടേ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് ഒരു പൗരന് ഭരണഘടനയും നിയമവും നൽകിയിരിക്കുന്ന അവകാശങ്ങൾ പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയാൻ ഇവരാര്? ഏതായാലും ഈ കേരളത്തിൻ്റെ തീരസുരക്ഷ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് പിണറായിക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അല്ല, അത് ശ്രദ്ധിക്കേണ്ട ആൾ പിണറായിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.